എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ഇന്ന് ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ ഷോഡശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം കഥാമയം ഭാഗവതാഭിധാനാം. ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 15ാമത്തെ അധ്യായത്തില് പുരൂരവസിന്റെ വംശത്തിനെ വർണ്ണിക്കുകയാണ്. പുരൂരവസിന് ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ ഇങ്ങനെ 6 പുത്രന്മാരുണ്ടായി ഉർവശിയില്. പിന്നെ അത് ഉർവശിയെ വീണ്ടും ഉർവശിയുടെ അടുത്ത് പോയല്ലോ യാഗമൊക്കെ ചെയ്ത്. അങ്ങനെ ഉർവശിയില് 6 പുത്രന്മാരുണ്ടായി പുരൂരവസിന്. ഇതില് വിജയന്റെ വംശത്തില് ഗാധി എന്ന മഹാരാജാവ് ഉണ്ടായി. ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ. ഗാധിക്ക് സത്യവതി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. ഋജീകൻ എന്നൊരു ബ്രാഹ്മണൻ സത്യവതിയെ കല്യാണം കഴിക്കാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. സ്ത്രീധനമായിട്ട് തനിക്ക് 10,000 വെള്ളക്കുതിരകളെ തരണമെന്ന് ഗാന്ധി പറഞ്ഞു. 10,000 വെള്ളക്കുതിരകളെ ഋജീകന് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ 10,000 വെള്ളക്കുതിരകളെ ഒന്നും കൊണ്ടുവരില്ല എന്നറിയാം. അതുകൊണ്ട് ഒരു സൂത്രം പ്രയോഗിച്ചതാ രാജാവ്. പക്ഷെ ഋജീകനും പിന്മാറിയില്ല. അദ്ദേഹം വരുണനോട് 10,000 കുതിരകളെ മേടിച്ചിട്ട് ഗാധിക്ക് കൊടുത്തു. അങ്ങനെ സത്യവതിയെ വിവാഹം ചെയ്തു. അങ്ങനെ ഋജീകന് സത്യവതിയിലുണ്ടായ പുത്രനാണ് ജമദഗ്നി മഹർഷി. ജമദഗ്നിക്ക് രേണുകയിലെ പരശുരാമൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ച് ക്ഷത്രിയ വംശത്തെ 21 പ്രാവശ്യം വെട്ടി നശിപ്പിച്ചു. പിന്നെ പരശുരാമ അവതാരം ഇതിലാണ്, ഈ അധ്യായത്തിലാണ് പറയുന്നത്. പിന്നെ ക്ഷത്രിയന്മാരെ പരശുരാമൻ നശിപ്പിക്കാൻ എന്താണ് കാരണം എന്ന് പരീക്ഷിച്ച് രാജാവ് ചോദിച്ചതിന് ഉണ്ട്. അപ്പൊ ശ്രീശുക മഹർഷി ആ കഥ പറയുന്നു. നമുക്ക് അധ്യായം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഐളസ്യ ചോർവശീഗർഭാൽ ഷഡാസന്നാത്മജാ നൃപ ആയുശ്രുതായു സത്യായു രയോധ വിജയോ ജയ. ഐളസ്യ പുരൂരവസിന് ഉർവശി ഗർഭാൽ ഉർവശിയുടെ ഗർഭത്തിൽ നിന്ന് നൃപ ഹേ രാജാവേ. ഷഡ് ആത്മജ 6 പുത്രന്മാർ
ആസൻ ഉണ്ടായി. പുരൂരവസിന്റെ വംശനിരൂപണം ആണല്ലോ ഇതിൽ പറയുന്നത് 15-ാം അധ്യായത്തില്. ഹേ രാജാവേ, പുരൂരവസിന് ഉർവശി ഗർഭത്തിൽ നിന്ന് 6 പുത്രന്മാരുണ്ടായി. ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ എന്നാണ് അവരുടെ നാമധേയങ്ങൾ. ശ്രുതായോർവസുമാൻ പുത്ര സത്യായോശ്ച ശ്രുതഞ്ജയ രയസ്യ സുത ഏകശ്ച ജയസ്യ തനയോമിത. ശ്രുതായുസിന്റെ പുത്രൻ വസുമാൻ, സത്യായുസിന്റെ പുത്രൻ ശ്രുതഞ്ജയൻ, രയന്റെ പുത്രന് ഏകൻ എന്നു പേര്, ജയന്റെ പുത്രൻ അമിതൻ. ഭീമസ്തു വിജയസ്യാധ കാഞ്ചനോ ഹോത്രകസ്തത തസ്യ ജഹ്നുസുതോ ഗംഗാം ഗണ്ഡുഷീകൃത്യയോ പിബത്. വിജയന്റെ പുത്രൻ ഭീമൻ, ഭീമന്റെ പുത്രൻ കാഞ്ചനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഹോത്രകൻ, ഹോത്രകന്റെ പുത്രൻ ജഹ്നു. ഈ ജഹ്നു മഹർഷി ആണ് ഗംഗാജലത്തെ മുഴുവനും വായിലുള്ളില് അടക്കി പാനം ചെയ്തത്. ആ കഥയുണ്ട് ജഹ്നു മഹർഷി. അങ്ങനെ ആണ് ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് വന്നത് എന്നും പറയുന്നുണ്ട്. ജഹ്നോസ്തു പൂരുസ്തത്പുത്രോ ബലാഗശ്ചാത്മജോ ജഗ തത കുശകുശസ്യാവി കുശാംബുർമൂർത്തയോ വസു കുശനാഭശ്ച ചത്വാരോ ഗാധിരാസിൽ കുശാംബുജ. ജഹ്നുവിന്റെ പുത്രൻ പൂരു, പൂരുവിന്റെ പുത്രൻ ബലാഗൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അജകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ കുശൻ, കുശാംബു, മൂർത്തയൻ, വസു, കുശനാഭൻ എന്ന 4 പേരുണ്ട് കുശന് പുത്രന്മാരായിട്ട്. അങ്ങനെ ഈ കുശാംബുവിന്റെ പുത്രനാണ് ഗാധി. തസ്യ സത്യവതീം കന്യാം ഋചികോ അയാചതദ്വിജ വരം വിസദൃശം മത്വ ഗാധിർ ഭാർഗവമബ്രവീത്. തസ്യ അദ്ദേഹത്തിന്റെ സത്യവതീം കന്യാം, സത്യവതി എന്ന കന്യകയെ ഋചിക ദ്വിജ, ഋചികൻ എന്ന ബ്രാഹ്മണൻ അയാചത ചോദിച്ചു. വിസദൃശം വരം മത്വ, സദൃശനല്ലാത്ത ഭർത്താവാണെന്ന് വിചാരിച്ച് ഗാധി, ഗാധി ഭാർഗവം ഭൃഗുപുത്രനോട് അബ്രവീൽ പറഞ്ഞു. ഗാധിയുടെ പുത്രിയായിട്ടുള്ള സത്യവതിയെ ഋചികൻ എന്നു പേരായ ബ്രാഹ്മണൻ എനിക്ക് തരുമോ, ഈ സത്യവതിയെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോ ഋചികന് തോന്നി ഈ വരൻ പുത്രിക്ക് ഒട്ടും ചേരാത്ത ആളാണ്, കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ ഋചികനോട് പറഞ്ഞു, ഏകദ ശ്യാമകർണാനാം ഹയാനാം ചന്ദ്രവർച്ചസാം സഹസ്രം ദീയതാം ശുൽക്കം കന്യായാ കുശികാവയം. ചന്ദ്രവർച്ചസാം, ചന്ദ്രനെ പോലെ ശോഭയുള്ളവയും, ഏകദാ ശ്യാമകർണാനാം, ശ്യാമള നിറമുള്ള ഒരു ചെവിയോടുകൂടിയവയുമായ, ഹയാനാം സഹസ്രം 1000 കുതിരകളെ, കന്യായ കന്യകയുടെ, ശുൽക്കം വില, ദീയതാം നൽകപ്പെടണം, വയം ഞങ്ങൾ, കുശികാഹ കുശിക വംശത്തിൽ ജനിച്ചവരാകുന്നു. സർവാംഗം ചന്ദ്രകിരണം പോലെ ശുഭ്രവർണമായും, ഇത്രയും വെളുവെളുത്തതായിരിക്കണം, ഇടത്തും വലത്തുമുള്ള ചെവികളിൽ 1 ശ്യാമള നിറമുള്ളതുമായിരിക്കുന്ന 1000 കുതിരകളെ കന്യകയുടെ വിലയായിട്ട് നൽകണം. വെളുത്തുള്ള കുതിരകളായിരിക്കണം. പിന്നെ ഇടത്തും വലത്തുമുള്ള ചെവികളിൽ 1 കറുത്ത നിറമുള്ളതായിരിക്കണം, കറുത്ത നിറം ഒരു ചെവി. അങ്ങനെ കന്യകാശുൽക്കം. എന്തുകൊണ്ടാ ഇങ്ങനെ പറയണതെന്ന് വെച്ചാല്, ഞങ്ങള് കുശിക വംശ ജാതരാണ് പറയാണ് ഗാധി. ഞങ്ങളുടെ കുലമഹിമ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയതാ. ഇത്രയൊന്നും പോരാ, ഞങ്ങൾക്ക് സ്ത്രീധനം തന്നാ പോരാ. സ്ത്രീധനം ഇങ്ങോട്ട് മേടിച്ചിട്ടാണ്, കന്യകയ്ക്ക് അങ്ങോട്ടല്ല കൊടുക്കുക. ഈ കുശിക വംശത്തിലുള്ളവർ അങ്ങനെയാണെന്ന്, അത്രയും കുലമഹിമ ഉള്ളവരാണ്. അപ്പൊ കന്യക വിവാഹം ചെയ്യണമെങ്കിൽ ഇത്രയും 1000 കുതിരകളെ, വെളുത്ത കുതിര, അതില് ഒരു ചെവി കറുത്ത നിറം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കന്യകയെ നൽകാം. ഇത് കന്യകയുടെ സ്ഥിതിക്കൊക്കെ വളരെ ചുരുങ്ങിയ വിലയാ എന്ന് പറയുന്നു. ഇത്രയും കുലമഹിമയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഋചികൻ ഇതിനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്യുക്ത തന്മതം ജ്ഞാത്വാ ഗതസ്സ വരുണാന്തികം ആനീയ ദത്വാ താനശ്വാൻ ഉപയേമേ വരാനനാം. ഇത്യുക്ത ഇപ്രകാരം പറയപ്പെട്ട സ അദ്ദേഹം, അതായത് ഋചികൻ, തന്മതം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, വരുണാന്തികം വരുണ സമീപത്തെ ഗത പ്രാപിച്ചു. താൻ അശ്വാൻ ആ കുതിരകളെ, ആനീയ ദത്വ കൊണ്ടുവന്നു കൊടുത്തിട്ട്, വരാനനാം സുന്ദരിയെ ഉപയേമെ വിവാഹം ചെയ്തു. ഗാധിയുടെ വാക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം ഋചികന് മനസ്സിലായി. പുത്രിക്ക് അനുരൂപൻ അല്ല എന്നുള്ള വിചാരത്തെ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നല്ലോണം മനസ്സിലായി. അങ്ങനെ തന്നെ മടക്കി അയക്കണമെന്നാണ് ഗാധിയുടെ അഭിപ്രായം എന്നറിഞ്ഞ ഋചികൻ
വരുണനോട് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഗാധി ആവശ്യപ്പെട്ട വിധത്തിലുള്ള 1000 കുതിരകളെ കൊണ്ടുവന്ന് കൊടുത്ത് സുന്ദരിയായ സത്യവതിയെ വിവാഹം ചെയ്തു. അപ്പോ ഗാധിക്ക് അത് കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ കൊടുക്കാന്നല്ലേ പറഞ്ഞു. സത്യവതിയെ ഋചികന് വിവാഹം ചെയ്തു കൊടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.